വരാൻ പോകുന്ന ഒരു സീനാണിത്. പ്രൊമോയിൽ ആ സാധനം ഇല്ല, കാട്ടിയിട്ടില്ല. പക്ഷെ വരാൻ പോകുന്ന ഒരു സീനാണിത്. ഒരു റാണിയെ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മഹാറാണിയെ പോലെ, വീണ്ടും ഒരു മഹാറാണിയെ പോലെ അനുപമയെ രാമനുണ്ണി വക്കീല് പൂവിട്ട് പൂജിച്ച് കയറ്റുന്ന ഒരു സീന് ശരിക്കും പറഞ്ഞ വരാനായിട്ട് പോവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഈ ആഴ്ചയില് അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വീക്കെൻഡ് പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് എനിക്കറിയാം. നല്ല അടിപൊളി ഒരു പ്രൊമോ തന്നെയായിരുന്നു ഈ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോ അതില് നമുക്ക് എന്താ പറയാ, നമുക്കൊരു ആശ്വാസകരമായ, നമ്മുടെ അഞ്ജലിയുടെ ഭാഗത്ത് നിൽക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു പ്രൊമോ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല ശരിക്കും അല്ലെ. കാരണം കോടതിയിൽ തന്നെ അഞ്ജലി എത്തിച്ചേരുന്നത് ഒരുപാട് സ്ട്രഗിൾസ്, ശരിക്കും പറഞ്ഞാൽ പത്മേനെയും കൊണ്ട് എത്തിച്ചേരുന്ന ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ സഹിച്ചിട്ടാണെന്ന് പ്രൊമോയിൽ നിന്ന് നമുക്ക് കാണാം. പോകുന്ന വഴിക്ക് നമുക്കറിയാം, കുറുപ്പിന്റെ ആളുകള് കൊല്ലാനായിട്ട് ലോറി വെച്ച് മറ്റേ അച്ഛനെ ഇടിച്ചിട്ടതുപോലെ ഈ കേസില് അഞ്ജലിനെയും പത്മേനെയും തീർത്ത് കളഞ്ഞേരെ എന്ന രീതിയിലാണ് കുറുപ്പ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോ അങ്ങനെയുള്ള സ്ട്രഗിൾസ് ഒക്കെ സഹിച്ചിട്ടാണ് അഞ്ജലി കോടതിയിൽ എത്തിച്ചേരുന്നത്. അപ്പൊ ഇതിനിടയിൽ അഞ്ജലിയെ സഹായിക്കാനായിട്ട് രാജീവ് ഈ കാര്യങ്ങളൊക്കെ, അർജുൻ കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും ഗുണ്ടയോട് ഏറ്റുമുട്ടുന്നതൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് സഹിച്ച് കോടതിയിൽ എത്തിയിട്ടും അതിനുള്ളൊരു ബലം ഉണ്ടാകുന്ന ഒരു, നമുക്ക് ആശ്വാസകരമായ പ്രതീക്ഷ വെക്കാവുന്ന ഒരു പ്രമേയല്ല ശരിക്കും തന്നെ വന്നത്. കോടതിയിലെ രംഗങ്ങൾ കാണുമ്പോൾ ശരിക്കും തന്നെ വീണ്ടും അഞ്ജലിക്ക് തോക്കേണ്ടി വരുന്നു, പത്മ തോറ്റുപോകേണ്ടി വരുന്നു എന്നതാണ് നമുക്ക് പ്രൊമോയിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും സങ്കടമുള്ള ഒരു കാര്യമാണ് അങ്ങനെ വീണ്ടും സംഭവിക്കുമ്പോൾ. കാരണം പത്മ കേസിന് വേണ്ടിയിട്ട് അത്രയും ഒരുപാട് സ്ട്രഗിൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അഞ്ജലി സഹിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. പത്മ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി നേരത്തെ വിജയം കൈവരിക്കേണ്ടതായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാലോ, നേരത്തെ തന്നെ അറിയാലോ. കാരണം അഞ്ജലി കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ അനുപമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും തന്നെയാണ് രാമനുണ്ണി വക്കീല് വിജയിച്ച് നിൽക്കുന്നത് പത്മ കേസിൽ. എന്താണെങ്കിൽ ആ സ്ട്രഗിൾസ് ഒക്കെ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ഇഷ്യൂസ് വരികയാണ്. അപ്പൊ ഈ സ്ട്രഗിൾസ് ഒക്കെ സഹിച്ച് കോടതിയിൽ എത്തുമ്പോൾ അവിടെ വെച്ചും വളരെ മോശമായിട്ടുള്ള ഒരു തിരിച്ചടികളാണ് അഞ്ജലിക്കും പത്മയ്ക്കൊക്കെ നേരിടേണ്ടി വരുന്നത്. അവിടെ വെച്ച് രാമനുണ്ണി വക്കീല് പത്മ തന്റെ ഇംഗിതങ്ങൾക്ക്, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാർത്തികിന്റെ അടുത്ത് ചെന്നതെന്നും അതുപോലെ പല ആണുങ്ങളുടെ അടുത്ത് പോകുന്നുണ്ടെന്നും ഒക്കെ പണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് രീതിയിൽ ആണ് കോടതിയിൽ അത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പത്മ കോടതിയിൽ നിന്ന് ഉരുകി തീരുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രമേയിൽ നിന്ന് കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോ അടുത്ത എന്തൊക്കെ പറഞ്ഞാലും കേസ് ഇങ്ങനെ നടക്കുകയാണ്. അവസാന വിജയം എപ്പോഴെങ്കിലും അഞ്ജലി, അത് എപ്പോഴെന്നറിയില്ല, എപ്പോഴെങ്കിലും അഞ്ജലിക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് അല്ലെ. അപ്പോ അടുത്തൊരു പ്രധാന സംഭവം നിങ്ങളെയൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, പ്രൊമോയിൽ അതില്ല, പക്ഷെ വരാൻ പോകുന്ന ഒരു സീനാണിത്. പ്രൊമോയിൽ ആ സാധനം ഇല്ല, കാട്ടിയിട്ടില്ല. പക്ഷെ വരാൻ പോകുന്ന ഒരു സീനാണിത്. ഒരു റാണിയെ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മഹാറാണിയെ പോലെ, വീണ്ടും ഒരു മഹാറാണിയെ പോലെ അനുപമയെ രാമനുണ്ണി വക്കീല് പൂവിട്ട് പൂജിച്ച് കയറ്റുന്ന ഒരു സീന് ശരിക്കും പറഞ്ഞ വരാനായിട്ട് പോവുകയാണ്. അപ്പോ അത് ഇന്നത്തെ ഈ വീക്കിന്റെ പ്രൊമോയിൽ കാട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം രാമനുണ്ണി വക്കീലിന് ഏകദേശം ഉറപ്പായിരുന്നു. കാരണം ഈ കേസിൽ, പത്മ കേസിൽ തോറ്റുപോകും എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഹാർഡ് ഡിസ്ക് അഞ്ജലിയുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്ത് സമർത്ഥിച്ചിട്ടും, എന്ത് രാമനുണ്ണി വക്കീല് ഡയലോഗുകൾ വിട്ടിട്ടും കോടതിയിൽ ഒരു കാര്യമില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം രാമനുണ്ണി വക്കീലിന്റെ തോൽവി ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം മറ്റേ എന്താ പറയാ, തരകം വന്ന് ഷോ ഓഫ് ഒക്കെ ഇറക്കി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് അഞ്ജലിയും രാമനുണ്ണി വക്കീലും തമ്മിൽ ഫോണിലൊന്ന് കോർക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ പോലും രാമനുണ്ണി വക്കീലിന്റെ ആദ്യത്തെ തോൽവി അറിയാനായിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി ഹാർഡ് ഡിസ്ക് എന്റെ കയ്യിലുള്ള കാര്യം പറയുമ്പോൾ അപ്പൊ തന്നെ രാമനുണ്ണി വക്കീലിന്റെ മുഖഭാവത്തിൽ നിന്ന് അറിയാം തോൽവി താൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന്. എന്താണെങ്കിലും
അതവിടെ നിൽക്കട്ടെ. അപ്പോ ഈ അനുപമയെ ഒരു റാണിയെ പോലെ വീണ്ടും ശരിക്കും പറഞ്ഞാൽ സ്വീകരിക്കുകയാണ് രാമനുണ്ണി വക്കീല്. കാരണം ഈ അനുപമയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴ് അനുപമ പല കാര്യങ്ങളും പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ഞാന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്. രാമനുണ്ണി വക്കീലിന് വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊണ്ടത്. നിങ്ങളെന്നെ ഇറക്കി വിടുന്നത് എന്തിനാണ്? അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ആ സമയത്ത് പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും ആ സമയത്ത് വർക്കൗട്ട് ആവില്ല. അനുപമയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് അനുപമ കുറേയേറെ കാര്യങ്ങള് ഈ നമ്മുടെ രാമനുണ്ണി വക്കീലിനോട് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതായത് ഇത്രയും കാലം അനുപമ അഞ്ജലിയുടെ ചേട്ടത്തിയാണെങ്കിൽ പോലും ആ ബന്ധങ്ങൾ മറന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്. രാമനുണ്ണി വക്കീലിന് വേണ്ടി ഇപ്പൊ ഈ പത്മ കേസിലും ഈ രാമനുണ്ണി വക്കീലിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ഒരു സിറ്റുവേഷനിൽ ഒന്ന് രാമനുണ്ണി വക്കീലിന് കൺവിൻസ് ആകുന്നുണ്ടായില്ല കേട്ടോ. അപ്പോ ഈ തനിക്ക് വേണ്ട ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായ ഈ ഹാർഡ് ഡിസ്ക് അനുപമ തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അനുപമ ആവശ്യപ്പെടാൻ പോകുന്നത് അത് കൊടുത്തത് അനുപമ ആണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ആ സമയത്ത് അനുപമ രാമനുണ്ണി വക്കീലിനോട് എന്താ പറയാ ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഹാർഡ് ഡിസ്ക് ഞാൻ തരാം, പക്ഷെ എന്നെ പഴയ പ്രതാപത്തോടെയും വിലയോടും കൂടിയിട്ട് തിരിച്ചെന്നെ മരുമകളായിട്ട് സ്വീകരിക്കണം എന്നൊരു ഒരു ഒരു ഡിമാൻഡ് ആയിരിക്കും ശരിക്കും ഞാൻ അനുപമ വയ്ക്കുന്നത് ആ സമയത്ത്. അപ്പോ ആ ഒരു സിറ്റുവേഷനില് രാമനുണ്ണി വക്കീലിന് വേറെ വഴികളൊന്നുമില്ല. പക്ഷെ വഴികൾ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, പുള്ളിക്ക് ഏകദേശം കൺവീൻസ് ആകും. അതായത് ഈ അനുപമ തനിക്ക് സപ്പോർട്ട് തന്നെയാണെന്നുള്ള സത്യം പുള്ളി തിരിച്ചറിയുക തന്നെ ചെയ്യും. കാരണം സ്വന്തം അനിയത്തിയായിട്ട് പോലും അവള് കൊല്ലാൻ വേണ്ടി പോയാലും ഈ അനുപമ വലിയ തടയാൻ പോകുന്നില്ല. അവള് തോറ്റു തുന്നം പാടി കോടതിയിൽ നാണം കെട്ടുപോയാലും ഈ അനുപമ തടയാനായിട്ട് പോകുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ളൊരു ചേച്ചിയാണ് ഈ അനുപമ എന്നുള്ള സത്യം രാമനുണ്ണി വക്കീല് മനസ്സിലാകുകയാണ്. അപ്പോ ചേരേണ്ടവര് തമ്മിലല്ലേ ചേരത്തുള്ളൂ. അപ്പോ ആ രീതിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ അനുപമയുടെ ക്യാരക്ടർ ഏകദേശമൊക്കെ രാമനുണ്ണി വക്കീല് മനസ്സിലാകുകയാണ്. അത് മാത്രമല്ല, ഈ ഹാർഡ് ഡിസ്ക് തന്റെ വിജയം ഉറപ്പിക്കാനായിട്ടുള്ള ഹാർഡ് ഡിസ്ക്, അതായത് അഞ്ജലിയുടെ കഷ്ടപ്പാട്, അഞ്ജലിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്ക് തിരിച്ച് കയ്യിലേക്കും കിട്ടാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണെങ്കിലും അനുപമയെ മഹാറാണിയെ പോലെ രാമനുണ്ണി വക്കീല് സ്വീകരിക്കാതെ വേറെ വഴിയില്ല. അപ്പൊ സ്വീകരിക്കുക തന്നെ ചെയ്യും. പക്ഷെ പ്രൊമോയില് ഇങ്ങനത്തെ സംഭവം ഒന്നും കാട്ടിയിട്ടില്ല. പ്രൊമോയില് കാട്ടിയിട്ടുമില്ല. വളരെ സസ്പെൻസ് ആയിട്ട് അത് വെച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇപ്പൊ വീണ്ടും വിജയം അനുപമയെ തേടി എത്താനായിട്ട് പോവുകയാണ്. അനുപമ വളരെ അഹങ്കാരത്തോടു കൂടി ഈ ഹാർഡ് ഡിസ്ക് അഞ്ജലി എടുത്തു വെക്കുന്നത് കാണുമ്പോൾ പറയുന്നുണ്ട്, ഓ ദൈവമേ, എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും ദൈവം എന്റെ കൂടെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അഹങ്കരിക്കുന്നുണ്ട്. നമുക്ക് അഞ്ജലിക്ക് പെട്ടെന്നൊരു വിജയം കൈവരുന്നില്ലല്ലോ എന്നൊരു വിഷമം നമുക്കുണ്ടായി. എനിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് വലിയൊരു വിജയത്തില് കുറെ സ്ട്രഗിൾസ് മുമ്പിൽ ഉണ്ടാവാതിരിക്കില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കാം അല്ലെ. അപ്പൊ എന്താണെങ്കിലും അനുപമ തിരിച്ച് വീട്ടിലേക്ക് കയറും, അത് ഉറപ്പാ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഈ വീക്കെൻഡും ഈ വരുന്ന വീക്കിലെ എപ്പിസോഡുകളും ഇങ്ങനെയുള്ള സീനുകളൊക്കെ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ കാത്തിരിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു സൂപ്പർ സൺഡേ നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.